ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു ഏകാദശി വിഭവമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇത് താമര വിത്താണ് മഖാന. ഒരു കപ്പ് മഖാന കുറച്ച് പാലിൽ 1/2 മുതൽ 1 മണിക്കൂർ വരെ കുതിർക്കുക. നന്നായി കുതിർന്ന മഖാന മിക്സിയിലെ ജാറിലിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് വേണമെങ്കിൽ കുതിർത്ത അണ്ടിപ്പരിപ്പോ കുതിർത്ത ബദാമോ ചേർക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കണം. അതിലേക്ക് കുങ്കുമപ്പൂവ് അല്പം പാലിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചത് അത് ചേർക്കാം, ഓപ്ഷണലാണ്. അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ പഴവർഗ്ഗങ്ങളാണോ ഉള്ളത് അതും കൂടി ചേർക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സ്വാദിഷ്ടമായ ഒരു ഏകാദശി വിഭവമാണ്. ഫ്രൂട്ട് കസ്റ്റാർഡാണ്. ഇതിൽ നമ്മൾ കസ്റ്റാർഡ് പൊടികളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഈ വിഭവം ധൈര്യമായിട്ട് ഭഗവാന് ഏകാദശി ദിവസം നൈവേദ്യമായി സമർപ്പിക്കുകയും നമുക്ക് ഇത് ഒരു ഏകാദശി വിഭവമായി ഉപയോഗിക്കുകയും ചെയ്യാം. വളരെ വളരെ സ്വാദിഷ്ടവും പോഷകപ്രദവുമായ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ് ഇത്. എല്ലാവരും ഇനി വരുന്ന ഏകാദശിക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഹരേ കൃഷ്ണ.